കാത്തിരിപ്പിൻ്റെ വേദന. ഒരാൾ നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളെ വേണ്ടെന്ന് തന്നെയാണ്. അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കുവാൻ പറ്റാത്തത്. നമ്മുടെ ബുദ്ധിക്ക് ആ സത്യം മനസ്സിലായെങ്കിലും ഹൃദയം ഇന്നും അത് സമ്മതിച്ചു തരുവാൻ മടിക്കുകയാണ്. കാരണം സ്നേഹമെന്നത് കണക്കുകൾ കൂട്ടിക്കിടിക്കാത്ത ഒരു ഭ്രാന്താണ്. അവർക്ക് നമ്മളെ ആവശ്യമില്ലെന്നറിഞ്ഞിട്ടും എന്നെങ്കിലും ഒരു നാൾ ആ മനസ്സ് മാറുമെന്നും അവർ തിരികെ വരുമെന്നും വെറുതെ കൊതിക്കും. അവഗണനയുടെ മുള്ളുകൾ കൊണ്ട് അവർ മുറിപ്പെടുത്തുമ്പോഴും ആ ഓർമ്മകളെ തന്നെ മരുന്നായി പുരട്ടി വീണ്ടും സ്നേഹിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. നമ്മൾ അവർക്കൊരു ശല്യമായി മാറാതിരിക്കുവാൻ വേണ്ടി മൗനം കൊണ്ട് നമ്മൾ പതുക്കെ പിന്മാറും. ദൂരങ്ങൾ കൊണ്ട് അവർ നമ്മളെ തോൽപ്പിക്കുമ്പോൾ ഓർമ്മകൾ കൊണ്ട് നമ്മൾ അവരെ ജയിക്കുവാൻ ശ്രമിക്കും. സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ചിലപ്പോൾ വിട്ടുകൊടുക്കലാണെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും നമ്മളില്ലാത്ത അവരുടെ ലോകം അത്ര മനോഹരമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്ന സന്തോഷം നൽകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാവാം വിധി അവരെ അകറ്റിയത്. എങ്കിലും അപരിചിതരെ പോലെ രണ്ട് വഴികളിലൂടെ നടക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും അവർക്കൊരിടമുണ്ടാകും. നമ്മുടെ കണ്ണുനീരിനേക്കാൾ നമുക്ക് വലുത് അവരുടെ പുഞ്ചിരിയാണെന്ന് കാലം എന്തെങ്കിലും ഒരിക്കൽ അവരെ ഓർമ്മിപ്പിക്കാതിരിക്കില്ല. ശരിയാണ്, നിർബന്ധിച്ച് പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല സ്നേഹം. അവരുടെ മൗനം പോലും ഒരു മറുപടിയാണ്. നിങ്ങൾ എനിക്ക് ആരുമല്ല എന്ന മറുപടി. നമ്മുടെ അസാന്നിധ്യം അവരെ അല്പം പോലും വേദനിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവർക്കൊരു ബാധ്യതയായിരുന്നു എന്ന് വൈകിയാണെങ്കിലും നമ്മൾ തിരിച്ചറിയണം. കൺമുന്നിൽ നിന്നും മാഞ്ഞുപോയവരെ ഓർത്ത് കരയുന്നതിനേക്കാൾ നല്ലത് മനസ്സിന് ഭാരമാകാതെ അവരുടെ സന്തോഷത്തിനു വേണ്ടി ആ വഴിയിൽ നിന്നും അല്പം മാറി നടക്കുന്നത് തന്നെയാണ്.